എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീറ്റ്റൂട്ട് തോരൻ വെക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ചോറിൻ്റെയൊക്കെ മുകളിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ചോറിനൊക്കെ ഒരു ചുമപ്പ് കളർ വരും. അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. കുട്ടികൾക്കെന്നല്ല, നമുക്കും അങ്ങനെ. ചെറുപ്പകാലങ്ങളിലൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇത്ര കറിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ എടുക്കുമ്പോൾ അതിനകത്തെ കളർ തന്നെ കാണുമ്പോൾ നല്ലൊരു ചോറുണ്ണാൻ തന്നെ തോന്നും. നമ്മൾ ഈ ചീരത്തോരനൊക്കെ വെക്കുന്ന സമയത്ത് ഒരു കളറുണ്ടല്ലോ, അതുപോലെ തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം, 3 കഷ്ണമുണ്ട്. ചെറുതാണ്, 1/4 കിലോ വരും ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. കൂടെ എടുത്തിരിക്കുന്നത് ഒരു 10 കൊച്ചുള്ളിയാണ്. ഇത് നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ഒരല്പം കറിവേപ്പില എടുക്കുന്നുണ്ട്. ഉണക്കായതുകൊണ്ട് തന്നെ കറിവേപ്പിലയൊക്കെ വളരെ ക്ഷാമമാണ്. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അരമുറി തേങ്ങ, ഇത് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊരു ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ഒന്നെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. തോരനായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഈ സമയം സബോള വേണമെങ്കിലും ചേർക്കാം. പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം. ഇനി ഇതിനാവശ്യമായ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെക്കാം. ഈ ചട്ടി ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കാറുള്ളത്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ചേർത്തിട്ട് ഈ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്തിലേക്ക് ഞാൻ ഒരല്പം വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരല്പം കറിവേപ്പില കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അധികം സമയമൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം കൈ കൊണ്ട് ഇങ്ങനെ കുടഞ്ഞ് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഇതിനകത്ത് വെള്ളം ഉണ്ട് എങ്കിലും നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കാം. ഇടയ്ക്കിത് തുറന്ന് നോക്കി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം.
വീഡിയോ ഇഷ്ടമായാൽ ഈ സമയത്ത് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എനിക്ക് ഓരോ വീഡിയോയും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ വളരെ ഉപകാരപ്പെടുന്നതാണ്. ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എനിക്കൊരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു സ്വല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ സമയം ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബീട്രൂട്ടൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. ഇതൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ക്ഷീണം മാറാനും ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാകാനും ഒക്കെ നല്ലതാണിത്. ഇത് നമുക്ക് ഭക്ഷണത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കറി കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ മറ്റൊരു കറി ഇല്ലെങ്കിലും നമ്മൾ ധാരാളം ചോറുണ്ണും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.